ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മന്ത്രയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാലോ, PSCയുടെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് SCERT ചാപ്റ്റേഴ്സാണ്. ഇന്നു മുതൽ 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും SCERT പാഠഭാഗങ്ങൾ ഒരു സീരീസ് പോലെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ്. വളരെ ചെറിയ ചാപ്റ്ററാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ത്രൂ ചോദിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോകാം, ചരിത്രത്തിലേക്ക്. വളരെ കുറച്ച് കാര്യങ്ങൾ, വളരെ ചെറിയൊരു ചാപ്റ്ററാണിത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനായിട്ട് പഠിക്കാനായിട്ടുള്ളൂ. നോക്കാം. വിദ്യാലയത്തിനുള്ളതുപോലെ കുടുംബം, ഗ്രാമം, രാജ്യം തുടങ്ങിയവയ്ക്കെല്ലാം എന്തുണ്ട്? ചരിത്രമുണ്ട്. ചരിത്ര അന്വേഷണത്തിലൂടെ ഓരോ കാലത്തെയും മനുഷ്യരുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, തൊഴിൽ, ഭരണരീതി തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും. ഈ വിവരങ്ങൾ ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ കൈവരിച്ച പുരോഗതി തിരിച്ചറിയാൻ സഹായിക്കും. മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. എന്താണ് ചരിത്രം? മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രകാലത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, ചരിത്രാതീത കാലമെന്നും ചരിത്രകാലമെന്നും. അപ്പോൾ എന്താണ് ചരിത്രാതീത കാലം? എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലമാണ് എന്തെന്ന് പറയുന്നത്? ചരിത്രാതീത കാലം എന്ന് പറയുന്നത്. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലമാണ് ചരിത്രാതീത കാലം എന്ന് പറയുന്നത്. അപ്പോൾ എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള മനുഷ്യജീവിതം എങ്ങനെയായിരുന്നു എന്നറിയാൻ നമ്മെ സഹായിക്കുന്ന സ്രോതസ്സുകൾ എന്തൊക്കെയായിരിക്കാം? അത് അന്നത്തെ മനുഷ്യർ നിർമ്മിച്ചതും ഉപയോഗിച്ചതുമായ വസ്തുക്കളുടെ ശേഷിപ്പുകളാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്നത്. അതിൽ കുറച്ചതായി ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിത്രങ്ങളായിട്ട്. എന്താണ്? ചരിത്രാതീത കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുപകരണങ്ങൾ, അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഭീംബേദ്ക ഗുഹാചിത്രങ്ങൾ. അപ്പോൾ ഈ പറയുന്ന കല്ലുപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ഒക്കെ തന്നെയാണ് എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള ചരിത്രാതീത കാലത്തെ ജനജീവിതം എങ്ങനെയായിരുന്നു എന്ന് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന സ്രോതസ്സുകൾ. അടുത്തത് ചരിത്രകാലമാണ്. എഴുതപ്പെട്ട രേഖകളുള്ള കാലമാണ് ചരിത്രകാലം എന്നറിയപ്പെടുന്നത്. ചരിത്രകാലത്തെ സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? പുസ്തകങ്ങൾ, പഴയകാല നാണയങ്ങൾ, താളിയോലകൾ, അതുപോലെ തന്നെ ശിലാലിഖിതങ്ങൾ. അപ്പോൾ ചരിത്രാതീത കാലത്തെ സ്രോതസ്സുകളോടൊപ്പം ഈ ചരിത്രകാലത്തെ സ്രോതസ്സുകളും നമ്മുടെ ചരിത്ര രചന എങ്ങനെയാണ് എന്ന് നമ്മെ സഹായിക്കുന്നുണ്ട്. എഴുതപ്പെട്ട വിവരങ്ങളാണ് ചരിത്രകാലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അടുത്തത് ശേഷിപ്പുകൾ സംരക്ഷിക്കാം. നമുക്ക് മ്യൂസിയത്തെ പറ്റി അറിയാമല്ലോ. മ്യൂസിയം എന്താണ്, എങ്ങനെയാണെന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് മ്യൂസിയത്തിൽ സംരക്ഷിക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോ അവയുടെ ശേഷിപ്പുകളോ ഒക്കെയാണ് മ്യൂസിയങ്ങളിൽ സംരക്ഷിക്കുന്നത്. കഴിഞ്ഞ കാലത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നത് കൊണ്ടാണ് ഇവ സംരക്ഷിക്കപ്പെടുന്നത്. ഇത്തരം വസ്തുക്കൾക്ക് പുറമെ കോട്ടകൾ, കെട്ടിടങ്ങൾ, സ്മാരകങ്ങൾ മുതലായവയും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്താണ്? പാലക്കാട് കോട്ട. പാലക്കാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട. ഈ കോട്ടയ്ക്ക് 200 വർഷത്തിലധികം പഴക്കമുണ്ട്. നമ്മൾ ഇത് ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്നുണ്ട്. അടുത്തതൊരു ആക്ടിവിറ്റിയാണ്. പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ഏതാണ്? ആദ്യത്തേത് കുടക്കല്ല്, രണ്ടാമത്തേത് മുനിയറ, മൂന്നാമത്തേത് നന്നങ്ങാടികൾ. അപ്പോൾ ഈ പറയുന്ന കുടക്കല്ല്, മുനിയറ, നന്നങ്ങാടി ഇതൊക്കെ പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ്. അടുത്ത ആക്ടിവിറ്റി നോക്കിയേ.
ചരിത്ര ശേഷിപ്പുകൾ ശേഖരിച്ച് ഒരു ചരിത്ര മ്യൂസിയം തയ്യാറാക്കാനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ പ്രദേശത്ത് നിന്നും മ്യൂസിയത്തിലേക്ക് നമുക്ക് കണ്ടെത്താം എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കിയേ. നാണയങ്ങൾ, താളിയോലകൾ, പഴയകാല വിളക്കുകൾ, പഴയകാല പാത്രങ്ങൾ, പഴയകാല വീട്ടുപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ മുതലായവ. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഏതാണ്? 1947. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956. 1930 ഗാന്ധിജി എന്ത് നടത്തിയത്? ഉപ്പു സത്യാഗ്രഹം നടത്തിയത്. ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ AD, BC എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. ക്രിസ്തു ജനിച്ചതിനു ശേഷമുള്ള കാലം AD അന്നോ ഡൊമിനി എന്നും ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC ബിഫോർ ക്രൈസ്റ്റ് എന്നും അറിയപ്പെടുന്നു. ഈ കാലഗണന ഇപ്പോൾ യഥാക്രമം CE കോമൺ എറ, BCE ബിഫോർ കോമൺ എറ എന്നും പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ BCയും ADയും തിരിച്ചറിയാൻ സഹായിക്കുന്നൊരു ചിത്രമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ബോക്സിൽ എന്താണ് അന്നോ ഡൊമിനി എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയേ. ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ എന്നാണ് ഇതെന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. നോക്കിയേ, ചരിത്ര പഠനത്തിൽ എന്ന്, എപ്പോൾ എന്നീ ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്. അതിനുത്തരം കണ്ടെത്താൻ കാലഗണന നമ്മെ സഹായിക്കുന്നു. കാലഗണനയും കാലബോധവും ചരിത്ര പഠനത്തിനും ചരിത്ര രചനയ്ക്കും ഒഴിച്ചുകൂടാനാവാത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. പ്രാചീന കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, നാണയങ്ങൾ, ചിത്രങ്ങൾ, ശേഷിപ്പുകൾ, എഴുതപ്പെട്ട രേഖകൾ മുതലായവ ചരിത്രരചനയെ സഹായിക്കുന്ന തെളിവുകളാണ്. എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലമെന്നും അതിനു മുമ്പുള്ള കാലം ചരിത്രാതീത കാലമെന്നും അറിയപ്പെടുന്നു. കാലത്തെ AD, BC എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇപ്പോൾ യഥാക്രമം CE, BCE എന്നും പ്രതിപാദിക്കുന്നു. ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ചുവടെ തന്നിട്ടുള്ളതിൽ നിന്ന് ചരിത്രകാലത്തെയും ചരിത്രാതീത കാലത്തെയും സ്രോതസ്സുകൾ കണ്ടെത്തി തരംതിരിക്കുക എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് ചരിത്രകാലത്തെ സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? അതായത് എഴുതപ്പെട്ട കാലഘട്ടത്തിലെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? നാണയങ്ങൾ, പുസ്തകങ്ങൾ, താളിയോലകൾ മുതലായവ. ഇനി ചരിത്രാതീത കാലത്തെ സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? ശിലായുധങ്ങൾ, പുരാതന മൺപാത്രങ്ങൾ, ഗുഹാചിത്രങ്ങൾ, സ്റ്റാമ്പുകൾ മുതലായവ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു